നമസ്കാരം. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് വയറ്റിൽ മറന്നുവെച്ച കത്രിക അതിവിദഗ്ധമായി കണ്ടെത്തിയ രണ്ടാം പിണറായി സർക്കാരിന് ആമാശയസ്പർശിയായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ സംഭവം പുറത്തു വന്ന ഉടൻ മനുഷ്യത്വപരമായി ഉത്തരവാദിത്വത്തോടുകൂടി അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ആ രോഗിയുടെ വേദന ഉൾക്കൊണ്ടുകൊണ്ട് പ്രതികരിച്ച ഡോക്ടറോട് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊള്ളട്ടെ. അല്ല, 50 വർഷം ജീവിച്ചാലും ഒന്നും സംഭവിക്കത്തില്ല. കാര്യം നമ്മുടെ കേരളത്തിലെ ഒരു സംഘടനാ ശക്തി ഉണ്ടല്ലോ, പല മേഖലകളിലുള്ളവരുടെ സംഘടനാ ബോധം, അതിൻ്റെ ഒരു പവർ അത് വേറെയാണ്, വേറെ എങ്ങും കാണാൻ സാധിക്കില്ല. ഒരു ഡോക്ടർക്ക് ഒരു കയ്യബദ്ധം സംഭവിച്ചാലോ അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചാലോ എല്ലാ ഡോക്ടർമാരും അവരെ സപ്പോർട്ട് ചെയ്യുന്ന കാഴ്ച നമ്മൾ ആദ്യമായിട്ട് കാണുകയല്ല. എന്നാലും പ്രത്യേകിച്ച് ഇത്രയും സീനിയർ ആയിട്ടുള്ള ലളിതാംബിക ഡോക്ടറോട് കുറച്ച് കാര്യങ്ങൾ പ്രത്യേകമായി എടുത്തു പറയാതെ വയ്യ. 5 അല്ല 50 വർഷം അതുള്ളിൽ കിടന്നാലും ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ടാകില്ല എന്ന് ഞങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഡോക്ടർ ശ്രമിക്കുകയല്ലേ. അല്ല, 50 വർഷം ജീവിച്ചാലും ഒന്നും സംഭവിക്കത്തില്ല. പക്ഷെ ഡോക്ടർ, ഞങ്ങൾക്കാർക്കും MBBS ഒന്നും ഇല്ലല്ലോ. ഞങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ഡീപ്പായിട്ട് പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ശേഷിയില്ല. അതുകൊണ്ട് ഡോക്ടർ ഒരു കാര്യം ചെയ്യുക, അടിവയറൊന്ന് കീറി അതിൻ്റെ ഒരു വശത്തായിട്ട് അവരുടെ വയറ്റിൽ എവിടെയാണോ ആ കത്രികയല്ല, അത് വേറെന്തോ മൊസ്കിറ്റോ ഫോഴ്സ്, അപ്പോൾ എന്ത് കോപ്പാണെങ്കിലും ശരി, കത്രികയെന്നേ ഞങ്ങൾക്കത് കണ്ടാൽ തോന്നുള്ളൂ. ഞങ്ങൾ MBBS പഠിക്കാത്തതുകൊണ്ട് ഞങ്ങളുടെ അറിവ് കുറവുണ്ട്. അപ്പോൾ അതെടുത്ത് അവിടെ വെച്ചിട്ട് തുന്നിത്തയ്ച്ചങ്ങ് വെക്കണം. അങ്ങനെ ഒരു 50 വർഷം യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാതെ ഡോക്ടർ ഒന്ന് ജീവിച്ച് കാണിക്കുമ്പോൾ ഡോക്ടർ ഈ പറഞ്ഞ സാധനത്തിൻ്റെ ഗൗരവമില്ലായ്മ, അതായത് ഒരാളുടെ വയറ്റിൽ ഒരു 5 വർഷം കത്രിക പോലെ കൂർത്ത ഒരു സാധനം കുടുങ്ങിക്കിടക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്നുള്ളതാണല്ലോ ഡോക്ടർ പറയുന്നത്. അത് ഞങ്ങൾക്ക് മനസ്സിലാകും. ഡോക്ടർ ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തരുമോ? അത് കത്രിക കിട്ടിയില്ലെങ്കിൽ വേണ്ട, ഒരു സേഫ്റ്റി പിന്നാണെങ്കിലും മതി, അവിടെ വെച്ചിരുന്നാൽ മതി. എന്തുകൊണ്ട് വന്നു എന്നുള്ളത് ഇപ്പം ഒരാളുടെ തലയെ കെട്ടിയ സിസ്റ്റത്തിലാണ് അതിന്റെ ഫെയിലിയർ. അപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി മുതൽ ഇങ്ങോട്ട് എല്ലാവർക്കും ആശ്രയിക്കാൻ ഒരു സംഭവമുണ്ട്, സിസ്റ്റം. ഈ സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ്? അതും സാധാരണക്കാരായിട്ടുള്ള വിവരദോഷികളായിട്ടുള്ള പൊതുജനത്തിന് മനസ്സിലാകുന്നില്ല ഡോക്ടറെ. എന്താ ഈ സിസ്റ്റം? ഈ സിസ്റ്റത്തിൽ ഉൾപ്പെടുന്നവരല്ലേ ഈ ഡോക്ടർമാർ, ആരോഗ്യവകുപ്പ് മന്ത്രി, നഴ്സുമാർ, ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ രോഗി ഒഴികെ അവിടെയുള്ള സ്റ്റാഫുകൾ, ഇവരൊന്നും ഈ സിസ്റ്റത്തിൽ ഉൾപ്പെടുന്നവരല്ലേ? അതോ നിങ്ങൾ ഉൾപ്പെടെയുള്ള സിസ്റ്റം ശരിയല്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇതിനപ്പുറം വേറെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സിസ്റ്റം, ഞങ്ങളാരും കാണാത്ത ഒരു സിസ്റ്റം വേറെയുണ്ടോ? കാരണം നിങ്ങളെല്ലാവരും മാറി മാറി ഈ സിസ്റ്റം ശരിയല്ല, സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് പരിചയമില്ല ഏതാണ് ഈ സിസ്റ്റം എന്ന്. തെങ്ങിലൊരുത്തൻ തേങ്ങ ഇടാൻ കയറി, താഴെ കൃത്യമായിട്ട് ഒരാൾ നിൽക്കുന്നത് മുകളിലിരുന്ന് കണ്ടു. എന്നിട്ട് ഒരു പരിസരബോധവുമില്ലാതെ അശ്രദ്ധയോടുകൂടി തേങ്ങ താഴേക്കിടുന്നു. തേങ്ങ കൃത്യമായിട്ട് താഴെ നിൽക്കുന്ന ആളുടെ തലയിൽ വീഴുന്നു. അയാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിക്കുന്നു. അപ്പോൾ തേങ്ങ ഇട്ടവൻ പറയുകയാണ്, കൃത്യമായിട്ട് അവിടെ ഞാൻ ഏത് ദിശയിലേക്ക് തേങ്ങ ഇട്ടാലും അത് പിടിക്കത്തക്ക വിധത്തിലുള്ള ഒരു സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ല. എൻ്റെ കയ്യിൽ നിന്ന് വന്ന വീഴ്ചയല്ല. തേങ്ങയാകുമ്പോൾ താഴെ വീഴും, മുകളിലോട്ട് പോകാൻ പറ്റില്ലല്ലോ, ചിലപ്പോൾ തലയെ വീണെന്നിരിക്കും, മരണപ്പെട്ടെന്നിരിക്കും. ആ സിസ്റ്റം ശരിയാക്കുക എന്നുള്ളതാണ്. തെങ്ങിൽ കയറി പറിച്ച് താഴെ ഇടുന്നവൻ്റെ ചുറ്റും നിന്ന് ആളുകൾ അത് ക്യാച്ച് ചെയ്യുകയോ വല വിരിച്ച് അതിൽ പിടിക്കുകയൊക്കെ ചെയ്യുകയാണ് വേണ്ടത്. ആ സ്റ്റാഫ് എഴുതി കഴിഞ്ഞ് ഡോക്ടറും കൂടെ ചേർന്ന് ചെക്ക് ചെയ്യണം. അതിനുള്ള സിസ്റ്റം നമുക്കില്ല. ഇത്രയും നാളെ നമ്മൾ രാഷ്ട്രീയക്കാരെ, സഹപ്രവർത്തകരെ ഇങ്ങനെ പൊതിഞ്ഞ് സംസാരിക്കുന്നത് കണ്ടിട്ടുള്ളൂ കേട്ടോ. എത്ര ഉത്തരവാദിത്തമുള്ള ഒരു ന്യായീകരണമാണ് ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായത്. പ്രശ്നത്തിൻ്റെ ഗൗരവത്തെ എങ്ങനെ ഇവർ സമീപിക്കുന്നു എന്നത് മാത്രമാണ് കേട്ടോ ഞാനിവിടെ എടുത്തു പറയുന്നത്. അപ്പോൾ ഒരു സർജറി നടത്താൻ ഉപയോഗിച്ച ഒരു ആയുധം, ഒരു ഉപകരണം, അത് വയറിനുള്ളിൽ വെച്ച് തുന്നിക്കെട്ടി ഒരു രോഗിയെ വിട്ടു എന്ന് പറയുന്നതിനുള്ള ന്യായീകരണം, ആ സംഭവത്തിനുള്ള ന്യായീകരണമാണ് ഒരു സീനിയർ ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ചങ്കിടിക്കുകയാണിത് കേൾക്കുമ്പോൾ. എന്താ സംഭവം എന്നറിയാമോ? ഇത്രയും രോഗികളോട് മനസാക്ഷിയും കൂറും അവരുടെ രോഗാവസ്ഥയെ ഒരു ഗൗരവത്തോടെയും കാണാത്ത സീനിയർ ഡോക്ടർമാരാണല്ലോ മെഡിക്കൽ കോളേജുകൾ ഭരിക്കുന്നത്. അവരുടെ കീഴിലാണല്ലോ, ഇവരുടെയൊക്കെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചാണല്ലോ താഴെ ഉള്ള ജൂനിയർ ഡോക്ടർമാരോ നഴ്സുമാരോ ഒക്കെ പ്രവർത്തിക്കുന്നത്. ഇവരൊക്കെയാണല്ലോ നമുക്ക് എന്തെങ്കിലും വലിയ ചികിത്സ വേണമെങ്കിൽ അത് റെഫർ ചെയ്യേണ്ടതും രോഗനിർണയം നടത്തേണ്ടതും ഇവരാണല്ലോ. ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഒരെത്തും പിടിയും കിട്ടുന്നില്ല. കഴിയുന്നത്ര നമ്മൾ ഒരു ഇൻസ്ട്രുമെന്റ് അകത്തിടത്തില്ല. ഇതെങ്ങനെ ഈ വലിയ ട്യൂമർ ആയതുകൊണ്ട് എത്ര നിസ്സാരമായിട്ടാ പറയുന്നതെന്ന് നോക്കിയേ. യഥാർത്ഥത്തിൽ ഇവര് സ്വബോധത്തിലല്ലേ സംസാരിക്കുന്നതെന്നാണ് എനിക്കൊരു സംശയം. 3.5 കിലോ അതുകൊണ്ടാണ് ചെയ്തത്. അല്ലെ കോവിഡ് സമയത്ത് നമ്മൾ അങ്ങനെ ഒരു സർജറി ചെയ്യത്തില്ല. 3.5 കിലോ ട്യൂമർ ആയിരുന്നത് കൊണ്ടാണ് ഒരു കത്രിക അവിടെ വന്നത്.
ഒരു 1.5 കിലോയൊക്കെ ഉള്ള മുഴയായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു സൂചിയോ പറഞ്ഞതുപോലെ സേഫ്റ്റി പിന്നോ ഒക്കെ അവിടെ കാണുള്ളായിരുന്നു. അപ്പോൾ മുഴയുടെ വലിപ്പമാണ് പ്രശ്നം. ഇത്രയും വലിയ മുഴയും കൊണ്ട് ആശുപത്രിയിൽ ചെന്ന രോഗിക്കെതിരെ കേസെടുക്കണം. വേറെ വകുപ്പുകളുണ്ട്. സർക്കാരിൻ്റെ മുതൽ 5 വർഷം വയറ്റിൽ സൂക്ഷിച്ചുകൊണ്ട് നടന്നു, സർക്കാരിന് കൊടുക്കാതെ. പിന്നെ ആശുപത്രിയുടെ മുതൽ കട്ട് വിഴുങ്ങി, ഇനി കത്രിക അവർ വിഴുങ്ങി അവരതൊരു സമ്പാദ്യമാക്കി വെച്ചുകൊണ്ട് നടന്നു എന്നും പറഞ്ഞൊക്കെ അവർക്കെതിരെ കേസെടുക്കാൻ വകുപ്പുകളുണ്ട്. അതുമാത്രമല്ല, സർക്കാർ ആശുപത്രിയിലെ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ അവർ പുറത്ത് പ്രൈവറ്റ് ലാബിൽ ചെന്ന് ഇത് പരിശോധിച്ചു, അതിലുള്ള ഗൂഢാലോചന, ഇതൊക്കെ നമുക്ക് അന്വേഷണത്തിന് വിധേയമാക്കാവുന്നതാണ്. എന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ആ കോവിഡ് കാലത്ത് കഷ്ടപ്പെട്ട് ചെയ്തത്. ഇപ്പൊ ചെയ്തവർക്ക് അത് വരെയായി. അയ്യോ, എന്തൊരു ചിരി! ഭയങ്കര തമാശയല്ലേ? ഡോക്ടർക്കോ ഡോക്ടറുടെ ബന്ധുക്കൾക്കോ ഡോക്ടറുടെ മക്കൾക്കോ സഹോദരങ്ങൾക്കോ ആർക്കെങ്കിലും ആയിരുന്നു ഈ ഒരു ഗതിയെങ്കിൽ ഈ ചിരി ഇത്രയും വോൾട്ടേജിൽ മുഖത്തിൽ പോരുമായിരുന്നോ? ഒരു രോഗിക്ക്, ഇങ്ങനെയുള്ള രോഗികൾ വരുമ്പോൾ അവർക്ക് സർജറി ചെയ്യാനും അവരെ പരിശോധിക്കാനും ഒക്കെയാണ് സർക്കാർ ശമ്പളം തരുന്നത്. സർക്കാർ തരുന്നത് ഖജനാവിന്നാണ്. ഖജനാവി വരുന്നത് എവിടെ നിന്നാണെന്നറിയാവോ? അതിനുള്ള വിവേകം കാണില്ല. വിവേകവും വിദ്യാഭ്യാസം ഇതൊക്കെ വേറെ വേറെ സാധനങ്ങളാണല്ലോ. അപ്പോൾ ഡോക്ടറെ അത് ചെയ്തത് പാരയായി എന്ന് പറയാൻ നിങ്ങളെ ഇതിനാണ് അവിടെ ഇരുത്തിയിരിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, പാവപ്പെട്ടവരുടെ നിന്ന് കൈക്കൂലി വാങ്ങിച്ച് പ്രസവം എടുക്കാനും അല്ലാതെ വെറുതെ അവിടെ കുത്തിയിരുന്ന് അതിനൊന്നും അല്ല പൈസ വാങ്ങിക്കുന്നത്. നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യാൻ ചെയ്യുന്ന രോഗിയോട് ഇത്രയും വലിയൊരു അന്യായം കാണിച്ചിട്ട് പറയുകയാണ് അത് ചെയ്തവർക്ക് വിനയായെന്ന്. നമ്പർ 1 ഡോക്ടേഴ്സിനെ കണ്ണ് തുറന്നൊന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കാണണം. എടോ, ഇത് വയറ്റിലുള്ളതുകൊണ്ട് ഒന്നും അറിയത്തില്ല. വെക്കാന്നല്ലേ, തെറ്റാണ്. പക്ഷെ വയറ്റിൽ ഇതിരിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, വെക്കാമെന്ന് ഞാൻ പറയുന്നില്ല, അത് തെറ്റാണ്. പക്ഷേ ന്യായീകരിക്കുകയാണ്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ എത്രയും പെട്ടെന്ന് അതിൽ ആരൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത്, ആ സർജറി ചെയ്ത സംഘത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ നിയമ നടപടിക്ക് വിധേയരാകണം. കൃത്യമായിട്ട് അതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളുന്നു. ഒരിക്കലും ആരുടെയും ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ലാഞ്ഞ വീഴ്ചയാണ്. അങ്ങേയറ്റം ക്ഷമ ചോദിക്കുന്നു. ഈ വക ഡയലോഗുകളാണ് ഈ ഒരു അവസരത്തിലൊരു ഉത്തരവാദിത്തപ്പെട്ട ഡോക്ടറുടെ ഭാഗത്തു നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത, ഇതിനെക്കുറിച്ച് ധാരണയില്ലാത്ത പൊതുജനങ്ങൾ അവരുടെ ആ ദുരിതത്തിൽ വേദനിക്കുന്നു. നമുക്കൊക്കെ വയറിൻ്റെ ഒരു സൈഡ് വേദനിക്കുകയാണ് ആ വാർത്ത കേട്ടിട്ട്. എന്നിട്ട് ഇതൊക്കെ അറിയാവുന്ന രോഗിയുടെ മാനസികാവസ്ഥ കൂടി പരിഗണിക്കണ്ടേ ഡോക്ടറെ? നിങ്ങൾ ഈ ശരീരശാസ്ത്രം മാത്രമാണോ നിങ്ങളുടെ മുന്നിലുള്ളത്? മനസ്സ് എന്നൊരു സാധനമുണ്ട്. ഈ വരുന്ന രോഗിക്ക് നിങ്ങൾ ഈ പറയുന്ന മെഡിക്കൽ കണ്ടീഷനോ ഈ പറയുന്ന മെഡിക്കൽ ടേംസോ ഇതുള്ളിലുള്ളത് കൊണ്ട് ഇതിരിക്കുന്ന സാധനത്തിൻ്റെ പേര് അതാണ്, ഒരു ഫാറ്റി ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്, അതവിടെ പൊതിഞ്ഞ് സൂക്ഷിച്ചോളും, മറ്റിടത്ത് കുത്തിക്കയറില്ല, ഒരു കാരണവശാലും വേറൊന്നും സംഭവിക്കില്ല, ഇതൊന്നും പറഞ്ഞാൽ രോഗിക്ക് മനസ്സിലാകത്തില്ല. വയറ്റിലൊരു കത്രിക കിടക്കുന്നൊന്ന് തിരിച്ചറിയുന്ന നിമിഷം അറ്റാക്ക് വന്നവർ മരിക്കാതിരുന്നത് അവരുടെ ആയുസിൻ്റെ ബലം. വയറ്റിൽ ഇതിരുന്നതുകൊണ്ട് ഒന്നും അറിയാം. ഇത് പണ്ട് 20 കൊല്ലം മുമ്പ് വെച്ചതും ആകാം. എങ്ങനെയുണ്ട്? ഒരു രാഷ്ട്രീയക്കാരിയാകാനുള്ള സകല ലക്ഷണങ്ങളും സകലതും ഒത്തു വന്നിട്ടുണ്ട് ഡോക്ടറിൽ. എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ, അതിപ്പോൾ ഏതെങ്കിലും നല്ല പറയുന്നത് പറ്റിയ പാർട്ടി നിലവിലുണ്ട് ഇവിടെ, അവിടെ ഒരു മെമ്പർഷിപ്പൊക്കെ എടുക്കുന്നത് നന്നായിരിക്കും. രാഷ്ട്രീയ പ്രവർത്തനത്തിന് അനുയോജ്യമായിട്ടുള്ള സംസാര ശൈലിയും കാഴ്ചപ്പാടും ഒക്കെ ഉണ്ട്. ഇപ്പോൾ വെച്ചാന്നുള്ളതിന് ഒരു തെളിവുമില്ല. ഇനിയിപ്പോൾ എല്ലാ കെമിക്കൽ ടെസ്റ്റ് കൊണ്ട് ഇൻസ്ട്രുമെന്റ് പഴക്കം കണ്ടുപിടിക്കുമോ? 20 വർഷം മുമ്പുള്ളതാണോ 50 വർഷം മുമ്പുള്ളതാണോ? ആ സ്ത്രീ ജനിച്ചപ്പോൾ തന്നെ ഈ കത്രിക വയറ്റിലുണ്ടായിരുന്നു, അവർ വളർന്നപ്പോൾ കത്രികയും കൂടി വളർന്നതാണോ? തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി പരിശോധിക്കേണ്ടതുണ്ട്. വയറ്റിൽ നിന്ന് ഈ ആയുധം പുറത്തെടുത്ത് അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കി കഴിയുമ്പോൾ അറിയാം ഇത് നമ്മൾ മറന്നു വെച്ചതാണോ അതോ പണ്ട് അവരെടുത്ത് കുഞ്ഞിലെ വിഴുങ്ങിയതുമല്ലായിരുന്നോ. അങ്ങനെയും വരാം അല്ലേ ഡോക്ടർ? നിങ്ങളെയും ഡോക്ടറെന്ന് വിളിക്കേണ്ട ഗതികേട്. എത്ര വലിയ സീനിയർ ഡോക്ടറാണ് നിങ്ങളെന്ന് വ്യക്തിപരമായിട്ട് കൂടി എനിക്കറിയാവുന്ന കാര്യമാണ്. വണ്ടാനം മെഡിക്കൽ കോളേജിലെ സിസ്റ്റം എന്താണെന്ന് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരാളും കൂടിയാണ് ഞാൻ. ശരിയല്ല ഡോക്ടറെ, ശരിയല്ല. ഒന്നും തോന്നരുത്. നിങ്ങൾ ഒരു ഡോക്ടറാകാൻ എടുത്ത കഷ്ടപ്പാടൊക്കെ ഊഹിക്കാം. കുറേ പഠിച്ച് കാണും, കുറേ ഉറക്കം നിന്ന് കാണും, കുറേ രോഗികൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടൊക്കെ ഉണ്ടായിരിക്കും. കുറേ ബഹുമാനമൊക്കെ ഒരു വശത്ത് നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, നിങ്ങളുടെ ഈ പ്രതികരണം കേട്ടപ്പോൾ ഒരു ശരാശരി മലയാളി എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയത് കരണം അടിച്ച് പുകയ്ക്കാൻ. ക്ഷമിക്കണേ.